കൂട്ടുകാരി, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, അതായത് ഒരു വിശുദ്ധനോ വിശുദ്ധയായി തീർന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന നല്ല ചിന്തകളും ബോധ്യങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന ഷാലോം കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരി, ഓരോ പുതിയ എപ്പിസോഡുകളിലൂടെയും എത്ര മനോഹരമായിട്ടാണ് സുനന്ദ സിസ്റ്റർ നമുക്കായി നല്ല ആശയങ്ങൾ പങ്കുവെച്ചു തരുന്നതല്ലേ. കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ വലിയ ബോധ്യങ്ങൾ നൽകാൻ ഇന്നും സിസ്റ്റർ നമുക്കായി കാത്തിരിപ്പുണ്ട്. പോകാം തേൻമൊഴികളിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് ഒരു പുതിയ കാര്യമായിട്ടാണ് സിസ്റ്റർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കണ്ടോ, സുന്ദരമായിട്ടുള്ള ഒരു മൊബൈൽ, സിസ്റ്ററിൻ്റെ മൊബൈലാണ്. ഈ മൊബൈല് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കുഞ്ഞുമക്കൾക്ക് ഇല്ലേലും നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇല്ലേ അല്ലേ? ചേട്ടായിയൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, നമുക്കത് വേണം, ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം മൊബൈൽ എല്ലാവർക്കും പരിചയമാണ്. എന്തിനാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഒരു 5 കാര്യം ഒന്ന് കൗണ്ട് ചെയ്തൊന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഉദാഹരണത്തിന്, നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം അല്ലേ? നമ്മളെ കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ, ഇപ്പോൾ ലോകത്തിലെ അങ്ങേയറ്റിരിക്കണോ ട്രംപിനെയോ ഒബാമയോ, നമുക്കാണെങ്കിൽ പോപ്പ് ഫ്രാൻസിസിനെ വരെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? അതിന് നമുക്ക് ഈ മൊബൈൽ സഹായിക്കും. ആശയവിനിമയത്തിന് മൊബൈൽ സഹായിക്കും. പിന്നെയോ വേറൊരു കാര്യമുണ്ട്. ഏത് അറിവും ലോകത്തിലെ ഏത് വിവരങ്ങളും നമ്മുടെ വിരൽ തുമ്പിലൂടെ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരാളെ ഒന്ന് ഉപദ്രവിക്കണമെന്ന് വെച്ചാൽ, ഒരു അടി കൊടുക്കണമെങ്കിൽ നമുക്കിത് വെച്ച് അത്യാവശ്യം നമ്മൾ ചെയ്യില്ല. നമ്മളെ മിടുക്കരുത്, നമ്മളെ നല്ല പിള്ളേരല്ലേ, അവൾ ചെയ്യില്ല. ചിലവരുണ്ട് ഇത് വെച്ച് അങ്ങനെ ഒരു കൊട്ട് കൊടുക്കാം, അയ്യോ കൈ വേദനിക്കുന്ന വെച്ചാൽ നമുക്ക് ഉപദ്രവിക്കാനും ഉപയോഗിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ മൊബൈൽ ഉപയോഗിക്കും. നമ്മുടെ പപ്പയും അമ്മയൊക്കെ ഇല്ലേ, ഈ കല്യാണത്തിന് വല്ല ഫംഗ്ഷനൊക്കെ പോവാൻ നല്ല സാരിയും നല്ല ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ ആരെ കണ്ടിട്ടുണ്ടോ? ഒരു മൊബൈൽ നല്ല ക്വാളിറ്റിയുള്ള പുത്ത മൊബൈലാണെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത്? ചേട്ടാ സുഖമല്ലേ? നമ്മളൊക്കെ പിന്നെ സെൽഫിയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കത്തില്ലേ? കൊള്ളാവോന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചായിരിക്കും നടക്കണം. നമ്മൾ വേറെ ഒന്നും പേഴ്സും ATM കാർഡും ഒന്നും എടുത്തില്ലെങ്കിലും ഈ മൊബൈൽ 4 പേര് കാണാൻ തക്ക വിധത്തിൽ കൊണ്ട് നടക്കും. അപ്പം മൊബൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് ചാർജ് ചെയ്തില്ലെങ്കിലോ? നമ്മളെ വീട്ടിലെ കറണ്ട് ഉണ്ടല്ലോ, നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിൽ എന്നാ ചെയ്യും? ഇത് പിന്നെ ഡെഡ് ഫോൺ എന്നാണ് പറയുന്നത് അല്ലേ? ഒപ്പോ ആയാലും ഐഫോൺ ആയാലും റെഡ്മിയും റിയൽമി ഏത് കമ്പനി ആയാലും ശരി, ഇത് പിന്നെ ഡെഡ് ഫോണാണ്. ഇത് ചിലപ്പം 10,000 രൂപയായിരിക്കാം, 20,000, 50,000. പക്ഷേ ഇത് ഡെഡ് ഫോണായി. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചിട്ട് എത്ര തട്ടി കൊട്ടി നോക്കിയിട്ടും ഒന്നും വർക്കാവണില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമുക്കിത് ഒരു പ്രയോജനമില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്നാ ഇതിനി നമുക്കിനി വേണ്ട, നമ്മളെടുത്ത് കളഞ്ഞു. നമുക്കൊരു ഷോക്ക് കിട്ടി കാണും, പക്ഷെ എന്നാ ചെയ്യാൻ? യൂസ്ലെസ്. നമുക്ക് പറ്റത്തില്ല. അപ്പം പക്ഷേ നമുക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണം, നമുക്ക് വീട്ടുകാരെയും കൂട്ടുകാരെയും വിളിക്കണം, വാട്സപ്പിലും ട്വിറ്ററിലും മെസ്സഞ്ചറിലും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കണ്ടേ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കണ്ടേ? അപ്പം നമുക്ക് സംഗതി ഇല്ലല്ലോ. അപ്പം നമ്മൾ ചോദിച്ച് ഈശോ നമ്മളെ ചങ്ക് ഫ്രണ്ട്, നമുക്കറിയാം നമ്മുടെ ഈശോ പവർഫുള്ളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, ഈശോയുടെ നാമം ശക്തമുള്ള നാമമാണ്. അപ്പം നമ്മളിങ്ങനെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, അല്ല വെറുതെ അതരം കൊണ്ടല്ല, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയ പ്ലീസ്, നിനക്കെല്ലാം കിട്ടും, നിനക്കെല്ലാം ഉണ്ടല്ലോ ഈശോയ, നീയല്ലേ എൻ്റെ അപ്പൻ, ഒന്ന് സംഘടിപ്പിച്ചതായോ പ്ലീസ്, എനിക്ക് വേണം. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അതില്ലാതെ നമുക്ക് പറ്റത്തില്ല ഈശോയെ. 5 അപ്പം 5,000 ആക്കിയില്ലേ, ആ കുഞ്ഞിന് 2 മീനെടുത്ത് നീ അതെല്ലാവർക്കും വിളമ്പി കൊടുത്തില്ല, അതുപോലെ എനിക്കും കൂടി ഒന്ന് തായോ പ്ലീസ് ഈശോയെ. Wow, great! Jesus, you are so awesome. You are so powerful. You are great. Your name is so great. I love you, Ishaya. You are great. Ishaya. Wow. പഴയതിനേക്കാൾ സുന്ദരമായ അദ്ദേഹം 3 ക്യാമറ, സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള നല്ല കിടുക്കൻ, എൻ്റെ ഉടുപ്പിന് ചേർന്ന് നല്ല എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു മൊബൈൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു. കേട്ടോ എൻ്റെ മക്കളെ? അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഫോണ് നമുക്ക് പുതിയത് തരും, ദൈവം നമുക്ക് തരും. സിസ്റ്റർ പോക്കറ്റിലൊന്ന് ഇട്ടോട്ടെ, എങ്കിലേ എനിക്ക് നിങ്ങളോട് നന്നായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സുരക്ഷിതമായി സിസ്റ്ററിൻ്റെ പോക്കറ്റിലുണ്ട്. പ്രിയ മക്കളെ,
അപ്പം നമ്മൾ ഇതുപോലെ എപ്പോഴും റീചാർജ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഷൈനിങ് ആയിട്ട് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ നമുക്ക് വേണ്ടേ, കട്ടീസിടാതെ എപ്പോഴും നമ്മളെ കൂടെ ചേർത്ത് വയ്ക്കുന്ന, ആരും ആഗ്രഹിക്കുന്ന മിടുമിടുക്കനായിട്ട് മാറണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ 3-ാമത്തെ കൽപ്പന. എന്താ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായിട്ട് ആചരിക്കണം എങ്ങനെയാണ്? പരിശുദ്ധമായിട്ട് ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച സഭ അനുവദിച്ച ഒരു ദിവസമാണ്. നമ്മളെ വിശ്രമത്തിനും ആനന്ദത്തിനും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള ഒരു ദിവസമാണ്. വിശ്രമിക്കണം, ആരാധിക്കണം, ആനന്ദിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി മാറ്റിവെച്ച സഭ നമുക്ക് തന്ന ഒരു ദിവസമാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ലേ ബൈബിളിലെ ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം ദൈവം സുഖമായിട്ട് റെസ്റ്റ് എടുത്തു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഴ്ചയിലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, വീട്ടുകാരുമായിട്ട് ചെലവിടുന്നു, വീട്ടിലെ പപ്പയും അമ്മയൊക്കെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വിശുദ്ധ ബലി കാണുന്നു, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ആ ദിവസം ആനന്ദത്തിൻ്റെ ദിവസമാക്കി നമ്മൾ മാറ്റണം. ഇതാണ് പരിശുദ്ധമായി ആചരിക്കുക എന്നുള്ള ഇതിൻ്റെ രഹസ്യം. ഓക്കെ, അപ്പോൾ മക്കൾ ചെയ്യോ? എന്നാ ചെയ്യണം? സൺഡേയിൽ ദൈവം നമുക്ക് വേണ്ടി തന്ന ദിവസം വിശ്രമിക്കാനുള്ള ദിവസമാണ്. നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താ പഠിപ്പിച്ചു തരുന്നത്? നീ പഠിക്കണം, നീ അധ്വാനിക്കണം, നീ അധ്വാനിച്ചാലേ നീ ജയിക്കത്തുള്ളൂ, നീ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന ഒന്നും വർക്ക് ചെയ്യാൻ പോകണില്ല, നിന്നെ എല്ലാവരും ദൂരെ എടുത്ത് കളയണം, അധ്വാനിക്കണം, അധ്വാനിക്കണം, പഠിക്കണം, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്നല്ലേ പറയണേ. പക്ഷെ നമ്മുടെ ഈശോപ്പ എന്താ പറയണത്? മോളെ റിലാക്സ്, കൂൾ, യു സിറ്റ്, കം ആൻഡ് സിറ്റ് നിയർ മീ, എൻ്റെ അടുത്ത് വന്നിരുന്ന് റെസ്റ്റ് ചെയ്തോ, നോ പ്രോബ്ലം, ഞാനെല്ലാം അധ്വാനിക്കും. നമ്മൾ ഏഷ്യായുടെ പുസ്തകം 64:4 തോന്നുന്നു പറയുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മറ്റൊരു ദൈവത്തെ കാണുകയോ മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാ? നീ എൻ്റെ അടുത്ത് വന്നിരുന്നോ എൻ്റെ കുട്ട, നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചോളാം എന്നല്ലേ. പുതിയ നിയമത്തിൽ ഈശോ പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കൊള്ളാം അല്ലേ? ഐഡിയ കൊള്ളൂലേ? അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഷൈനിങ് ചെയ്യുന്ന മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി എന്നാ ചെയ്യണം? സിമ്പിളായിട്ട്, ഈശോ കാഠിന്യമായിട്ടുള്ള ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല, പറയത്തുമില്ല. കാരണം ദൈവത്തിന് നമ്മളെ ഭയങ്കര പൊരിഞ്ഞ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ഞായറാഴ്ച അധികം ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ വീട്ടിലെ പപ്പയും അമ്മയൊക്കെ സഹായിക്കണം, മറ്റുള്ളവരെ രക്ഷിക്കാനും പിടിച്ചുയർത്താനും നന്മകൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കണം. ദ്രോഹിക്കാനും ദുശീലങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കരുത്. ഓക്കെ, കണ്ണുവെട്ടിച്ച് നമ്മൾ കുറച്ച് ഇരുണ്ട റൂമിൽ, ഇരുട്ടുമുറിയിൽ, ഒറ്റമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളല്ല, അങ്ങനെയൊന്നും നമ്മൾ ചെയ്ത് ദുശീലങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലാതെ നല്ല പ്രവൃത്തികൾ ചെയ്ത് ദിവ്യബലിക്ക് പങ്കെടുക്കുന്നു, വിശുദ്ധരുടെ ബുക്കുകൾ വായിക്കുന്നു, ഓക്കെ, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സഹായിക്കുന്നു, അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നു, പപ്പയെ മുറ്റത്ത് സഹായിക്കുന്നു, ചേട്ടനെയൊക്കെ ഡ്രസ്സ് എടുക്കാനും മടക്കി വയ്ക്കാനും റൂം തൂക്കാനും തുടയ്ക്കാനും ഒക്കെ എക്സെട്ര എക്സെട്ര എക്സെട്ര. നിങ്ങൾക്കറിയാം സിസ്റ്ററിനെക്കാട്ടിലും ഇതൊക്കെ നമ്മൾ ചെയ്ത് ദൈവത്തിൻ്റെ ദിവസം ആഘോഷമാക്കി മാറ്റുന്നു. അപ്പം 3-ാമത്തെ കൽപ്പന എന്താണ്? ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പം ചെയ്യല്ലോ. ഇങ്ങനെ സൺഡേ ഈശോയുമായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, ഈശോയോട് നമ്മൾ വിശേഷങ്ങൾ പറയുന്നു, ഈശോയോടെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ സൺഡേ നമ്മൾ ആഘോഷിച്ച് ആനന്ദിച്ച് നമ്മളെ ജീവിതം കുറച്ചുകൂടി റീചാർജ് ചെയ്യുന്നു. എങ്ങനെ? സിസ്റ്ററിൻ്റെ മൊബൈൽ കാണിച്ചെന്നല്ലോ, അതുപോലെ നമ്മൾ പവറുള്ള സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ട് മാറുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏറെ അനുഗ്രഹപ്രദമായ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിൽ ആനന്ദദായകമാക്കാൻ വളർച്ചയുടെ ഘട്ടത്തിൽ രൂപപ്പെടുന്ന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുക തന്നെ വേണം. നമുക്കുണ്ടാവുന്ന സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. തോട്ടാനച്ചനും കുട്ടിയോളും. ഈശോയുടെ കുഞ്ഞു കൂട്ടുകാരെ, ഇന്ന് നാം ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വിശ്വാസ സംബന്ധമായ സംശയങ്ങളെ നീക്കിക്കളയുന്നതിന് തന്നെയാണ്. വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകാറില്ലേ? ഇന്ന് ആരാ നമ്മളോട് ആ സംശയം ചോദിക്കുന്നത്? അച്ചോ, ഞാനാണ്. നീയാണോ? ചോദിക്കുമോളെ. അച്ചോ, കഴിഞ്ഞ കൊറോണ കാലത്തെ പരീക്ഷയ്ക്ക് എനിക്ക് നന്നായി പഠിക്കാൻ പറ്റിയില്ല. ഓ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു.
ഞാനൊരു നേർച്ച ചേർന്നു. ഞാൻ നല്ല മാർക്കോടെ പാസ്സായ വേളാങ്കണ്ണി പോയി ഞാൻ തല മൊട്ടടിക്കുന്ന്. മാതാവിനോട് നേർച്ച നേർന്നാ? ആ, പക്ഷെ ഇപ്പൊ ഞാൻ എന്തിട്ട് ചെയ്യാച്ചോ? ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. ആ, ഇനിയിപ്പോ എനിക്ക് മൊട്ടയടിക്കാൻ ഭയങ്കര നാണാവാ. അയ്യോ. ഇനിയിപ്പോ ഞാൻ നേർച്ച ചെയ്യാതിരുന്ന ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? നേർച്ച നേരാന്ന് പറഞ്ഞാലേ നമ്മളൊരു വാഗ്ദാനം കൊടുക്കലാണ്. അത് മനുഷ്യർക്കായാലും വിശുദ്ധർക്കായാലും ദൈവത്തോടായാലും അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടി തന്നെയാണ്, അല്ലേ? മനുഷ്യരോട് നമ്മളൊരു പ്രോമിസ് പറഞ്ഞിട്ട് നമ്മളത് നിറവേറ്റിയില്ലെങ്കിൽ അവർക്ക് എന്തോരം സങ്കടം വരുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തൊരു കുട്ടിയെ മൊബൈൽ ഉപയോഗിച്ച് അഡിക്ഷനായി. ആ കുട്ടീനെ കൊണ്ട് മാതാപിതാക്കൾ കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അച്ഛൻ ആ കുട്ടിയോട് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ആശ്രമത്തിലത്തെ പേർഷ്യൻ ക്യാറ്റിൻ്റെ കുട്ടികളും പൂച്ചയായിട്ട് വന്നു. ആ കുട്ടികളെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അവൻ എന്നോട് ചോദിച്ചേ, അച്ഛാ എനിക്കൊരു പൂച്ചക്കുട്ടീനെ തരും അച്ഛാ? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ, നീ മൊബൈൽ ഉപയോഗിക്കില്ല, ഒന്ന് നിർത്തോ? അവൻ ഓക്കെ അച്ഛാ. അവനെ വേറെ പല ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാട്ടാ. പക്ഷേ അവന് മൊബൈൽ കിട്ടിയില്ലെങ്കിൽ അവൻ വാശി പിടിച്ച് കരയും, കയ്യും കാലിട്ട് അടിക്കണോ. അമ്മ പറയായിരുന്നേ, അവന് ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കുന്ന അച്ഛാന്ന്. പൂച്ചക്കുട്ടീനെ കിട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ മൊബൈൽ ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 21 ദിവസം നീ മൊബൈൽ തൊടാതെ വന്നാൽ ഞാൻ ശരിക്കും പൂച്ചക്കുട്ടീനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി, ഞാനത് മറന്നുപോയി. അങ്ങനെ 21 ദിവസമായപ്പോൾ അവനെ ഫോൺ വിളിച്ചേക്കാ, അച്ഛാ ഞാൻ മൊബൈലിൽ തൊട്ടിട്ടില്ല, എനിക്ക് പൂച്ചക്കുട്ടീനെ തായോ, ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോടോ, ഞാനാണെങ്കിൽ എൻ്റെ പേർഷ്യൻ പൂച്ചക്കുട്ടികളെ 5000 രൂപ കിട്ടിയപ്പോൾ കൊടുത്ത് വിറ്റ് കാശാക്കി. ഇനി എന്താ ചെയ്യുക? അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ കയ്യിൽ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പം ഞാൻ ആ പൂച്ചക്കുട്ടീനെ ഒരെണ്ണത്തിന് പോയി മേടിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ അവനോട് വന്നോളാൻ പറഞ്ഞ് ഞാൻ അവന് ആ പൂച്ചക്കുട്ടീനെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവനോട്, 3 മാസത്തേക്ക് നീ മൊബൈൽ തൊടാതിരുന്ന പൂച്ചക്കുട്ടീനെ നിനക്ക് സ്വന്തമായിട്ട് തരാം. അവൻ ഓക്കെ ഫാദർ, എനിക്കത് മതി എന്ന് പറഞ്ഞ് അവൻ പൂച്ചക്കുട്ടീനെ കൊണ്ടുപോയി. നോക്കിയേ, അച്ഛൻ പൂച്ചക്കുട്ടീനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവന് എന്തോരം സങ്കടം വന്നേനെ. അവൻ പിന്നെയും പൊട്ട കുട്ടിയായി മാറിയേനെ. നമ്മൾ ആളുകളോട് പ്രോമിസ് ചെയ്യുന്ന പോലെ ദൈവത്തോടും വിശുദ്ധരോടൊക്കെ പ്രോമിസ് ചെയ്യുമ്പോൾ കുറേയും കൂടിയും ഗൗരവമുണ്ട്, ഇല്ലേ? അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ തീരെ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക? പരിഹാരമുണ്ട്. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് പോയി ഞാനിങ്ങനെ നേർച്ച നേർന്നു, മോളിപ്പോൾ ചോദിച്ചില്ല അച്ഛനോട്, എനിക്കത് നടപ്പിലാക്കാൻ പറ്റണില്ല അച്ഛാ, ഞാൻ എന്താ ചെയ്യാന്ന് കുമ്പസാരത്തിലായാലും ചോദിച്ചോ. അപ്പോൾ അച്ഛൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു നേർച്ചയാക്കി അത് മാറ്റിത്തരും. അപ്പം അച്ഛൻ ഇവളോട് പറയാണ്, കേട്ടാ മോളെ, നിൻ്റെ മുടി ഇപ്പോൾ വെട്ടാനും മുട്ടയടിക്കാനൊക്കെ ഭയങ്കര നാണവും വിഷമൊക്കെ ആയിട്ട് നീ നിൽക്കണം അല്ലേ? സാരമില്ല, മാതാവിനോട് മാപ്പ് പറയും. എന്നിട്ട് മുടി വലുതാവുമ്പോൾ നിനക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ക്യാൻസറൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, രോഗികളായിട്ടുള്ളവർ, അവർ കീമോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോഴേ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും. അപ്പോൾ അവർക്ക് വിഗ് വയ്ക്കാനായിട്ട് മോളുടെ മുടി വെട്ടിക്കൊടുത്താൽ അപ്പോൾ കുറേയും കൂടി നല്ല നന്മ പ്രവൃത്തിയാവും ചെയ്യും, അല്ലേ? അത് ചെയ്യാൻ തയ്യാറാണോ? അപ്പോൾ ഈ നേർച്ചയ്ക്ക് പകരം മോള് ഇനി മുടിയൊക്കെ വളർത്തി വലുതാക്കി അത് മുറിച്ച് കൊടുക്കുമ്പോൾ അച്ഛനും വരാം. ഓക്കെ? അപ്പോൾ നമ്മൾ നേർച്ച നേർന്നിട്ട് നമുക്ക് സാധിക്കണില്ലെങ്കിൽ ഇങ്ങനെ അച്ഛന്മാരോട് ചോദിച്ച് വേറെ നേർച്ചയാക്കി മാറ്റിയെടുക്കാം. ഇനി നേർച്ച നേരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ദൈവത്തിനോടാ പറയണേ. പിന്നെ ഒരു കാര്യം ഓർത്തോളാം, ദൈവത്തിനോട് നമ്മൾ കച്ചവടം ചെയ്യണ പോലെ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെ പറയുന്നത് നല്ല വിശ്വാസമല്ല. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഈശോയോട് പ്രാർത്ഥിച്ചോ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവമേ എനിക്കിത് ചെയ്ത് തായോ ദൈവമേ എന്ന്. പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ പ്രോമിസ് ചെയ്തു. അറിയൂ റെഡി? ഇപ്പൊ നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലേ? ഇപ്പൊ മുടി മുറിച്ച് കൊടുക്കാൻ, വിഗിന് കൊടുക്കാൻ വലുതാവുമ്പോ ഓക്കെ? അറിയൂ റെഡി? ഓക്കെ. ഈശോയുടെ കൂട്ടുകാരെ, നമ്മളിൽ പലർക്കും ഇതുപോലെ നേർച്ച നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകില്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വികാരിച്ചൻ്റെ അടുത്തോ കൊച്ചച്ഛൻ്റെ അടുത്തോ പോയി കാര്യം പറഞ്ഞ് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന നേർച്ചയാക്കി അത് നടപ്പിലാക്കുക. അങ്ങനെ ദൈവാനുഗ്രഹമുള്ള മക്കളായി തീരാം.
എന്നും ഈശോയോട് കൂടെ വസിക്കാൻ അങ്ങനെ സാധിക്കട്ടെ. ഈശോയോട് കൂടെ വസിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളോട് ഈശോ എപ്പോഴും സ്നേഹത്തിലായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുന്നത് വരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് വിശുദ്ധിയെന്ന്. വിശുദ്ധ മദർ തെരേസ പറയുന്നത് എനിക്കും നിനക്കുമുള്ള കടമയാണ് വിശുദ്ധിയെന്ന്. അതെ, ഇവിടെ നിൽക്കുന്ന എനിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉള്ള കടമ തന്നെയാണ് വിശുദ്ധി. ഈ വിശുദ്ധിയാണ് സ്വർഗരാജ്യം സ്വായത്തമാക്കാൻ നമ്മെ സഹായിക്കുന്നത്. കൂട്ടുകാരി, ദൈവത്തെ പാടിസ്തുതിക്കാൻ സമയമായി. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാനം ആസ്വദിച്ചാലോ? ലെറ്റ്സ് കം. ൂടെ കയ്യിൽ നല്ലൊരു
കൂട്ടുകാരെ, ഷാലോം കിഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പകർന്നു നൽകിയ ചിന്തകളും ബോധ്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എൽസ മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.